പെട്ടെന്നൊരു ദിവസം ഉണ്ടായതാണോ ഈ യൂണിവേഴ്സ്? അതിന് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിക്കുന്നുണ്ട്. പ്രിമേവൽ ആറ്റം, ഇമ്മൻസ്ലി ഹോട്ട് ഡെൻസ് ഗ്രാവിറ്റി നിറഞ്ഞ ഒരു സിംഗിൾ പോയിന്റ്, വിഗറസ് എക്സ്പ്ലോഷൻ, മോസ്റ്റ് ആക്യുറേറ്റ്ലി പറഞ്ഞ എക്സ്പാൻഷൻ, ടൈം, ഫിസിക്കൽ ലോസ്, ലൈറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റ്. ടൈം അപ്പോഴാണ് ഉണ്ടായത്. സോ വാട്ട് ബിഫോർ എന്നതിനുള്ള ഉത്തരം. അതുപോലെ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് വെർ ക്രിയേറ്റഡ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എക്സ്പ്ലോഷൻ അല്ല, ആക്സലറേറ്റഡ് എക്സ്പാൻഷൻ അഥവാ ഇൻഫ്ലേഷൻ. ഇപ്പോൾ നമുക്ക് ഈ ബലൂൺ ഒരു സ്പേസ് ആയിട്ട് സങ്കല്പിക്കാം. ഈ ഡോട്ടുകൾ ഗാലക്സി. ഈ ബലൂൺ വീർപ്പിക്കുന്നതിലൂടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന പ്രോസസ്സിലൂടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുകയും തൊട്ടടുത്ത് നിന്ന ഗാലക്സികൾ ഫാർദറായി സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. ബിഗ് ബാങ്കിന് 3 മിനിറ്റിന് ശേഷം പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് ഹീലിയം ന്യൂക്ലിയം ഉണ്ടായി. 3,80,000 വർഷത്തിന് ശേഷം റീകോമ്പിനേഷൻ പ്രോസസ്സിലൂടെ ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റം ഫോം ചെയ്തു. ഹൈഡ്രജൻ ഹീലിയം ക്ലൗഡിൽ ഗ്രാവിറ്റിയും ന്യൂക്ലിയർ ഫ്യൂഷനും തമ്മിലുള്ള യുദ്ധത്തിൽ ഗ്രാവിറ്റി ജയിക്കുന്നു. സൂപ്പർനോവ എക്സ്പ്ലോഷൻ. സണ്ണിനേക്കാൾ 8 ഇരട്ടി മാസമുള്ള സ്റ്റാർസ് ഇരുമ്പ് വരെ ഫ്യൂസ് ചെയ്യിക്കുകയും ഉള്ളിലുള്ള ന്യൂട്രോൺസ് സർഫസിലുള്ള അയണിൽ വന്ന് ഇടിച്ചിടിച്ച് ന്യൂട്രോൺ സ്റ്റാർ കൊളിഷൻ സംഭവിക്കുകയും ചെയ്യും. ഗോൾഡ് പോലുള്ള ഹെവിയർ എലമെന്റ്സ് ഫോം ചെയ്യുന്നത് ഈ എക്സ്പ്ലോഷൻസിലൂടെ. പവന് 1,00,000 മേളിൽ വിലയുള്ള ഈ മെറ്റൽ ഭൂമിയിൽ വന്നതിന് താങ്ക്സ് ടു ദ കൊളിഷൻസ്. ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് തിയറി ഈസ് നോട്ട് എക്സ്പെരിമെന്റലി പ്രൂവൻ ടിൽ നൗ. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ചുമ്മാതെ എവറിത്തിങ് ഹാപ്പൻസ്, ദെൻ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് റീസൺ. സോ നമ്മുടെ യൂണിവേഴ്സിന്റെ തുടക്കത്തെ പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒടുക്കം എങ്ങനെയായിരിക്കും?